+1 അഡ്മിഷൻ്റെ പ്രോസസ്സ് ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയി. നമ്മുടെ ട്രാൻസ്ഫർ വിൻഡോ വരെ ഏകദേശം എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ്ലി പ്രോസസ്ഡ് ആയിട്ടുണ്ട്. മാത്രമല്ല പല സ്കൂളുകളിലും നേരത്തെ തന്നെ ഓൾറെഡി അഡ്മിഷൻ സീറ്റ്സ് ഒക്കെ ഫുൾ ആയിട്ടുള്ള സ്കൂളുകളിലൊക്കെ ചാപ്റ്റേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ തന്നെ ഏകദേശം 3 ചാപ്റ്റേഴ്സ് ഒക്കെ വരെ ആയിട്ടുണ്ട്. ഇനിയും പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ്, നമ്മൾ എന്ത് വീഡിയോസ് യൂട്യൂബിൽ ഇട്ടാലും സാർ എന്നാണ് +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിൻ്റെ ലൈവ് തുടങ്ങുന്നത്? അതാണ് നമുക്ക് താഴെ കമൻറ്റിൽ കാണാൻ പറ്റുന്നത്. സോ നിങ്ങളോടുള്ള ഉത്തരവാണ്, ഈ വരുന്ന തിങ്കളാഴ്ച കൃത്യം 7 മണിക്ക് നമ്മുടെ സ്റ്റഡി പ്ലാനോടുകൂടി +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇനി നമുക്ക് എങ്ങനെ പഠിച്ചു തുടങ്ങാം, ഇതുവരെ പഠിച്ചത് നമുക്ക് എങ്ങനെ റിവൈസ് ചെയ്യാം തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ എജു ബോർഡിലെ മുഴുവൻ ഫാക്കൽറ്റീസും ഈ വരുന്ന തിങ്കളാഴ്ച കൃത്യം 7 മണിക്ക് എജു ബോർഡ് കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിലെ +1 ചാനലിൽ നമുക്ക് ഒരുമിച്ച് കൂടാം, ഒരുമിച്ച് പാടാം, ഒരുമിച്ച് ആടാം, ഒരുമിച്ച് നമുക്ക് പഠിക്കാം. ഈ പഠനകാലത്ത് നമുക്ക് ഉല്ലാസപൂർവ്വം 2 വർഷം +1ഉം +2 എങ്ങനെയാണോ നമ്മൾ SSLC പഠിച്ചത് അതിനേക്കാൾ 10 മടങ്ങ് അടിപൊളിയായിട്ടും രസകരമായിട്ടും പഠിക്കാൻ എജു ബോർഡിലെ കേരളത്തിലെ നമ്പർ 1 ഫാക്കൽറ്റീസിന്റെ ലിസ്റ്റാണ് എജു ബോർഡിന് കൂടെ ഉള്ളത്. അവരോടൊപ്പം നമുക്ക് ഉല്ലസിച്ചുകൊണ്ട് പഠിക്കാം. നിങ്ങൾക്കറിയാം SSLCയേക്കാൾ എത്രയോ ഡിഫിക്കൽട്ടാണ് +1 +2. SSLCയിൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യുന്ന പോലെ +1 +2 സ്കോർ ചെയ്യാൻ പറ്റില്ല. SSLCയിൽ 100 പേര് പാസ്സാവുകയാണെങ്കിൽ +1 +2 അത് 80 പേര് മാത്രമേ പാസ്സാവുകയുള്ളൂ. ആ 20 പേരിൽ നിങ്ങൾ പെടാതിരിക്കണം. മാത്രമല്ല +1 +2ലേക്ക് എത്തുമ്പോൾ 10 സബ്ജക്റ്റ് ഉള്ളത് 6 സബ്ജക്റ്റ് ആയി. പക്ഷെ അവിടെ 10 പഠിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി നമുക്ക് ഈ ഒരു 6 സബ്ജക്ട്സ് പഠിക്കാനുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതിൽ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതും ഫുൾ മാർക്ക് വാങ്ങുക എന്നുള്ളതും ഫുൾ A+ വാങ്ങുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആയൊരു പ്രോഗ്രാമാണ്, ഒരു പണി തന്നെയാണ്. സോ ആ ഒരു സിമ്പിളായിട്ട് ഈ ഒരു ഫുൾ മാർക്ക് കളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഫുൾ A+ കളക്ട് ചെയ്യാനോ മാക്സിമം മാർക്സ് സ്കോർ ചെയ്യാനോ നിങ്ങൾക്ക് ഡിഗ്രിക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കാനോ നിങ്ങളുടെ കൺസെപ്റ്റ്സും ബേസും ഒക്കെ വളരെ ക്ലാരിഫൈഡ് ആവാനോ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എജു ബോർഡ് കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിലൊക്കെ ഇത് ഷെയർ ചെയ്തിട്ട് മാക്സിമം വിദ്യാർത്ഥികളിലേക്ക് എത്തുക. നമ്മുടെ ഈ കൂട്ടായിട്ടുള്ള ഒരു എജു ബോർഡ് ഫാമിലിയുടെ ലൈവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വരുന്ന തിങ്കളാഴ്ചയാണ് കൃത്യം 7 മണിക്ക് എജു ബോർഡ് കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനൽ കാണാം. അതുവരെക്കും ഗുഡ് നൈറ്റ്.